സ്പോട്ട് ലൈവ് ഇനി വിശദമായി കിടക്കുന്നത് പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്കാണ്. ഇന്നൊരു നിർണായകമായ ഇടപെടൽ ഉണ്ടായ ദിവസം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇടപെടുകയാണ്. ഇന്ത്യയുടെ ഒരു ഇടപെടൽ എന്നതുകൂടിയാണ് അതിൽ പ്രസക്തമാവുന്നത്. നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചൊവ്വാഴ്ച നടത്തിയ ടെലഫോൺ സംഭാഷണത്തിൽ എലോൺ മസ്കും പങ്കെടുത്തുവെന്ന വിവരമാണ് വൈറ്റ് ഹൗസ് പുറത്തുവിട്ടത്. യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നുമാണ് വൈറ്റ് ഹൗസ് വിശദീകരിക്കുന്നത്. അതിനിടെ അബുദാബിയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. വളരെ ആശങ്കപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. വിനോദ് ചേരുന്നു. വിനോദ്, പശ്ചിമേഷ്യൻ സംഘർഷം എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ്. മലയാളികളടക്കമുള്ള ഇടങ്ങളിലേക്കാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായതെന്ന വിവരം കൂടി വരുന്നുണ്ട്. ഈ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണാണ് ആളുകൾക്ക് പരിക്കേറ്റതെന്നാണ് വിവരം. ഇന്ത്യക്കാർ 5 പേരാണോ ഉൾപ്പെടുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? സൈത്ത് ആദ്യം പറഞ്ഞതുപോലെ ഇതിൽ ഒരു ചർച്ച, നിർണായകമായ ഒരു ചർച്ച നടന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത് വൈറ്റ് ഹൗസാണ് ഈ വിവരം പുറത്തുവിട്ടിട്ടുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ട്രംപുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ലോകത്തിലെ തന്നെ വലിയ കോടീശ്വരനായ എലോൺ മസ്ക് കൂടി പങ്കെടുത്തു എന്ന വിവരം ഇപ്പോൾ വൈറ്റ് ഹൗസ് വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ട്രംപും എലോൺ മസ്കുമായി അത്ര രസത്തിലായിരുന്നില്ല. എലോൺ മസ്ക് സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ഈ ഡെമോക്രാറ്റ്സിനെയും റിപ്പബ്ലിക്കിനെയും ഒരുപോലെ എതിർത്തുകൊണ്ട് സ്വന്തം പാർട്ടി എന്ന നിലയ്ക്ക് അദ്ദേഹം പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു മഞ്ഞുരുക്കം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ചർച്ചയിൽ എലോൺ മസ്ക് കൂടി പങ്കെടുക്കുന്നു. ഒരുപക്ഷേ ലോകത്തെ വ്യാപാരം തന്നെ നിശ്ചലമാകുന്ന, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇന്ധനത്തിൻ്റെയൊക്കെ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക എന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്തൊരു നിലയുണ്ട്. യൂറോപ്പിലൊക്കെ പല രാജ്യങ്ങളും ഇതിനകം തന്നെ പെട്രോളിനൊക്കെ വില കൂട്ടുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യ ഇതുവരെ അങ്ങനെ വില കൂട്ടിയിട്ടില്ല. അതേസമയം എക്സൈസ് തീരുവ ഉൾപ്പെടെയുള്ളവ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് സർക്കാരിന് ലഭിക്കുന്ന നികുതിയിലാണ് കുറവ് വരുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ വരുമാന നഷ്ടം രാജ്യത്തിനുണ്ടാകുമെന്നാണ്, ഈ പ്രാഥമികമായി തന്നെ അങ്ങനെ ഒരു നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അത്രയും വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോൾ ഇത്തരം ഒരു ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വലിയ പോസിറ്റീവായ ചർച്ചയായിരുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് വൈറ്റ് ഹൗസ് പുറത്തുവിടുന്ന വിവരങ്ങൾ. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ അങ്ങനെ ആശാവഹമായ എന്തെങ്കിലും ഒരു സ്ഥിതി നിലനിൽക്കുന്നില്ല. ഇറാനിലെ ആണവ കേന്ദ്രം തന്നെ ഇസ്രായേൽ ആക്രമിക്കുന്ന നിലയിൽ എത്തിയിരിക്കുന്നു. കാരണം ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന ട്രംപിൻ്റെ ഒരു ഉറപ്പ്, അത് വെടിനിർത്തൽ, താൽക്കാലിക വെടിനിർത്തൽ എന്നത് അടുത്ത മാസം 6 വരെയാണ് ട്രംപ് അതിൻ്റെ ഒരു സമയപരിധി പറഞ്ഞിരുന്നത്. പക്ഷേ അത് പറഞ്ഞത് മുതൽ തന്നെ ആക്രമണം കൂടുതൽ കടുക്കുകയാണ് ചെയ്തത്. ട്രംപ് ഓരോ ദിവസവും ഓരോ നിലപാടുകൾ പറയുന്നു, പക്ഷേ അതിന് ഘടകവിരുദ്ധമായി കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇതുവരെ വ്യക്തമായിട്ടുള്ളത്. ഹോർമൂസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ഈ ട്രംപ് ിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. അതായത് ഹോർമൂസിൻ്റെ പേര് തന്നെ സ്വന്തം പേരിൽ പറഞ്ഞ് അതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന തരത്തിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 15 നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ചതിൽ ഒരു കാര്യം, ഈ ഹോർമൂസിൻ്റെ അധികാരം, അവിടുത്തെ വ്യാപാരം ചെയ്യുന്നതിനുള്ള അവകാശത്തിൽ ഇറാനൊപ്പം തന്നെ അമേരിക്കയ്ക്കും പങ്കാളിയാകണമെന്നൊരു ആഗ്രഹമാണ്. അതിനർത്ഥം ഈ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടമെന്ന് പറയുമ്പോഴും അവിടെ ഒരു കച്ചവടക്കണ്ണും ലാഭക്കണ്ണും അങ്ങനെ ഒരു അധീശത്വം സ്ഥാപിക്കുന്നതിൻ്റെ സൂചനയുമൊക്കെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് കരുതുക വയ്യ. 15 നിർദ്ദേശങ്ങളാണ്. ഇപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾ കൂടി ഇതിൽ ഇടപെടുന്നുണ്ട്. ചൈനയുടെ 2 കപ്പലുകൾ കൂടി ഇറാൻ തടഞ്ഞു വെച്ചതോടുകൂടി കാര്യങ്ങളുടെ അവസ്ഥ മാറുകയാണ്. കാരണം ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ് ചൈന. എന്തുകൊണ്ട് ചൈനയുടെ കപ്പലുകൾ തടഞ്ഞിട്ടു എന്നതിൽ ഇതൊരു വ്യക്തത വന്നിട്ടില്ല. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സെലൻസ്കിയുടെ ഒരു ഔദ്യോഗികമായ കുറിപ്പ് വന്നതും ഉക്രൈൻ സൗദിയെ സഹായിക്കും, ഇറാനെതിരെ സൗദിയെ സഹായിക്കുന്നതിന് വേണ്ടി ഉക്രൈൻ രംഗത്തെത്തി എന്ന ഒരു കാര്യം കൂടിയുണ്ട്. റഷ്യയുടെ ആയുധങ്ങളെ പ്രതിരോധിച്ചുള്ള പരിചയം ഉക്രൈനുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന് റഷ്യ ആയുധങ്ങളും മറ്റ് സഹായങ്ങളും നൽകുമ്പോൾ അതിന് ചെറുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സൗദിക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി ഉക്രൈൻ കൂടി ഇങ്ങോട്ട് വരുന്നു. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമായി, അതിൻ്റെ ഒരു തുടർച്ചയായി പശ്ചിമേഷ്യൻ സംഘർഷം കൂടി മാറുന്നു എന്ന സാഹചര്യമുണ്ട്. മറ്റൊരു ആശ്വാസ വാർത്തയുള്ളത്, ഒരു കപ്പൽ കൂടി ഇന്ത്യൻ തീരത്ത് ജാംനഗറിലേക്ക് എത്തിയിട്ടുണ്ട്. LPG-യുമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. 44,000 മെട്രിക് ടൺ LPG വഹിച്ചുകൊണ്ടുള്ളൊരു കപ്പലാണ് ഇപ്പോൾ ഇന്ത്യൻ തീരത്തേക്ക് വന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ വരുമെന്ന് കരുതുന്നു. എങ്കിൽ തന്നെയും അതെല്ലാം തന്നെ താൽക്കാലികമായ നടപടികളാണ്. ശാശ്വതമായി യുദ്ധത്തിന് പരിഹാരമുണ്ടാവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൈത്ത്, പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാനം തേടുകയാണ് ലോകം. കാരണം അത് നേരിട്ടുമല്ലാതെയും ലോകരാജ്യങ്ങളെ ബാധിച്ചിരിക്കുന്നത് പലതരത്തിലാണ്. ഇന്ത്യയുടെ ഇടപെടൽ
പുറത്തു വരുന്നു. വൈറ്റ് ഹൗസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നുകൊണ്ടല്ല ഈ വിഷയത്തിൽ നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ അതിനുമപ്പുറം വിഷയം പരിഹരിക്കണമെന്ന് ഇരുപക്ഷത്തുമുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നയതന്ത്രമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ പയറ്റുന്നത്. മറിച്ച് ഒരു പക്ഷം ചേർന്നുകൊണ്ടുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. മലയാളികളും ഇന്ത്യക്കാരുമൊക്കെയുള്ള ഇടങ്ങളിലാണ് പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണമൊക്കെ ഉണ്ടാവുന്നത്. 5 പേർക്ക് പരിക്കേറ്റു എന്ന ആശങ്കപ്പെടുന്ന ഒരു വാർത്തയാണ് പുതിയതായി വരുന്നത്. എന്നാൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാവുന്ന ഒരു കാര്യം, ഹോർമിസ് കടലിടുക്ക് വഴി കടന്നുവരുന്ന 2 കപ്പലുകൾ കടന്നുവരികയാണ്. അതൊന്ന് ഇന്ത്യൻ തീരത്തെത്തി എന്ന വാർത്ത കൂടിയാണ് ഇതിനോടൊപ്പം.